വി.ഡി. സതീശന്റെ നുണകൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയത് സാമ്പത്തിക രംഗം, കേരളത്തിന്റെ സാമ്പത്തിക രംഗം തകർച്ചയിലാണെന്ന് പറഞ്ഞു. പക്ഷേ GDP റേഷ്യോ പ്രകാരം കേരളം 14ാമതാണ്. കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയിൽ 14ാമതാണ്. മാത്രമല്ല നിരക്കുകളിൽ നോക്കുമ്പോൾ UDF-ന്റെ ഭരണകാലത്തേക്കാൾ എന്തായാലും ഫ്രണ്ടിലാണ്. അതേപോലെ തന്നെ ഒരു മത മേലധ്യക്ഷന്മാരുടെയും തിന്നിറങ്ങാൻ പോവാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ 1.5 മണിക്കൂറോളം ഇറങ്ങിയിട്ടുള്ള വീഡിയോകൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അധികം സംസാരം ഒന്നും കണ്ടിട്ടില്ല. മാങ്കൂട്ടത്തിന്റെ കേസ്, ഞാനൊരു പാലക്കാടുകാരിയാണ്. പാലക്കാടിന്റെ MLA ആയിട്ട് മാങ്കൂട്ടം ഇപ്പോഴോടെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചെന്ന് അറിയാം. മാത്രമല്ല എൽദോസ് കുന്നപ്പണിയെ പോലുള്ള ആൾക്കാർ ഇപ്പോഴും MLA സ്ഥാനത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പോലും പരിശോധിച്ചിട്ട് ഒന്നുകൂടി വി.ഡി. സതീശൻ പോകണ്ടാണെന്ന് തോന്നുന്നു. മാത്രമല്ല നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം തകർച്ചയിലാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ റിസോർട്ടുകൾക്ക് തുല്യമാണ്. ആദ്യത്തെ ഉച്ചഭക്ഷണം, ബിരിയാണി ഉൾപ്പെടെയുള്ള ഉച്ചഭക്ഷണം അംഗനവാടിയിലും സ്കൂളുകളിലും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ രംഗം ഏത് രീതിയിലാണ് തകർച്ചയിൽ പോയിട്ടുള്ളതെന്ന് ഒന്ന് പരിശോധിക്കണം. മാത്രമല്ല കേരളത്തിൽ UDF-ന്റെ ഭരണകാലത്ത് പെൻഷൻ 1000-ൽ നിന്നും 1500 ആക്കിയിട്ടാണ് ഭരണത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. എന്നാൽ 2016 നിയമസഭയിൽ അവരെന്നെ പറയുന്നുണ്ട് 1000 രൂപ ആണ് അവരുടെ പ്രകടന പത്രികയിൽ അവർ പെൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നോക്കുന്നതെന്ന്. 1000 ആക്കണം എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് 1000 കുറവായിരുന്നല്ലോ, അല്ലാതെ 1000-ൽ നിന്ന് 1500 ആക്കി എന്നല്ലല്ലോ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും ഒരു പെരുന്നുണയായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സിൽവർ ലൈനിനെ പറ്റിയിട്ട് ഒരു അധിക്ഷേപം. സിൽവർ ലൈനിനെ പറ്റി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതിനെ എതിർത്തിട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ 2 വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ സിൽവർ ലൈൻ എന്ത് പ്രസക്തിയാണെന്ന് പിന്നീട് ചോദിച്ച ഒരാളാണ് വി.ഡി. സതീശൻ, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു മന്ത്രിമാരും പിന്നീട് അവിടെ ഒന്നും പ്രതികരിച്ചിട്ടില്ലാന്നും അവിടുത്തെ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു രീതിയിലുള്ള എന്താ പറയാ മേൽനോട്ടം വഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ എല്ലാ മാസവും അവിടുത്തെ ടൗൺഷിപ്പിന്റെ ഇതിന് വേണ്ടിയിട്ട് മന്ത്രിമാർ വന്നിട്ടുള്ള ദൃശ്യങ്ങൾ ചാനലിന്റെ ലേബറുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത്രയും കുറെ എന്താ പറയാ കുട്ടിനെ പിരിയിടുന്ന പോലെ ഓരോ നുണകൾ പറയുമ്പോഴും അതിനെതിരെയുള്ള UDF സർക്കാരിന്റെ അവരുടെ ബദലായിട്ട് അവരെന്താ ചെയ്തെന്നൊന്നും പറഞ്ഞു വെക്കാൻ അദ്ദേഹം തുനിയുന്നില്ല. കാരണം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് അവർക്ക് തന്നെ അറിയാം.